വായന ദിനം, വായനാ ദിനം, വായന ദിനം. ഇവ മൂന്നും നിത്യേന നാം ഉപയോഗിക്കാറുള്ളതാണ്. പക്ഷേ ഭാഷാപരമായി നോക്കിയാൽ ഇതിലൊന്നു മാത്രമാണ് ശരി. ഇതിൽ വായന ദിനം എന്നതാണ് ശരി. നീട്ടി വായനാ ദിനം എന്നെഴുതരുത്. വായനയ്ക്കും ദിനത്തിനുമിടയിൽ അകലമിട്ട് വായന ദിനം എന്നെഴുതുകയും അരുത്. വായന എന്ന വാക്കിനൊടുവിൽ അകാരമാണ്. അതിനുശേഷം വരുന്ന വാക്കിൻ്റെ തുടക്കവും അകാരം കൊണ്ടാണെങ്കിലേ അവയ്ക്കിടയിൽ ദീർഘം വരും. ഉദാഹരണം: വായന അധികം ആസക്തി, വായനാസക്തി. വായന അധികം ആഭിമുഖ്യം, വായനാഭിമുഖ്യം. വായന അധികം ആ ദിനം, വായനാദിനം. വായന അധികം അസുഖം, വായനാസുഖം. വായനയ്ക്ക് ശേഷം അകാരത്തിൽ തുടങ്ങാത്ത വാക്കുകളാണെങ്കിൽ വായന നീളില്ല. ഉദാഹരണം: വായന അധികം ദിനം, വായന ദിനം. വായന അധികം വാരം, വായന വാരം. വായന അധികം സുഖം, വായന സുഖം. വായനാ ദിനം, വായനാവാരം എന്നെല്ലാം എഴുതുമ്പോഴും പറയുമ്പോഴും ഒരു സുഖം കിട്ടുമെങ്കിലും അത് തെറ്റായ പദപ്രയോഗങ്ങളാണ്. മലയാള സന്ധിയിൽ ദീർഘം ഒരിടത്തും കടന്നു വരുന്നില്ല. വായന എന്ന ഹ്രസ്വാന്തത്തോടാണ് ദിനം എന്ന പദം ചേരുന്നത്. വായന ദിനം, വായനവാരം, ചുമതലബോധം, വായ്പ നയം, വളർച്ച നിരക്ക്, കേരള സർക്കാർ എന്നിവയെല്ലാം ശുദ്ധ മലയാള പദങ്ങളാണ്. വായനാ ദിനം, വായനാവാരം, ചുമതലാബോധം, വായ്പാ നയം, വളർച്ചാ നിരക്ക്, കേരള സർക്കാർ എന്നിവയെല്ലാം തെറ്റായ പദപ്രയോഗങ്ങളാണ്. കൂടുതൽ അറിയുവാനായും സഹായഗ്രന്ഥമായും പദശുദ്ധികോശം നോക്കാവുന്നതാണ്.